പക്ഷേ ഈ എളമ്പലാശ്ശേരി എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് നാലുശ്ശേരി കാവ്, കാലുശ്ശേരി കാവ്, അവിടുത്തെ പൂരം, അതാണ് നമുക്ക് അതൊരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ് അല്ലേ? അപ്പം അതിനെപ്പറ്റി അതിൻ്റെ ഒരു ഐതിഹ്യം എന്തെങ്കിലും മാഷ്ക്ക് അതിനെപ്പറ്റി ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാൻ പറ്റും? ഞാൻ ഈ ചരിത്രാന്വേഷണം ഞാനും ചെറിയ തോതിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കിളിയാനി മഠത്തിൽ നാരായണൻ നായരുമായിട്ട് ഒരു അഭിമുഖം നടത്തി 2015. അദ്ദേഹത്തിന് അന്ന് 90 വയസ്സ് കഴിഞ്ഞിരുന്നു. അദ്ദേഹം മരിച്ചത് ഈ അടുത്ത കാലത്താണ്, ഒരു 2-3 മാസം മുമ്പാണ്. ഏതാണ്ട് 99 വയസ്സ് 100 വയസ്സിൻ്റെ അടുത്ത്. അപ്പോൾ അദ്ദേഹം നല്ല പഴയ ഒരാളാണ്, ഒരു കർഷകനാണ്. പിന്നെ അദ്ദേഹം അവിടെ നല്ലൊരു പ്രധാനപ്പെട്ട ചരിത്രത്തെ അറിവൊക്കെ ഉള്ള ആളാണ്. ഇത് ബോധമുള്ള ആളാണ്, അതായത് കർഷകനാണ്. ചരിത്ര ബോധം വേണം, ചരിത്രം പഠിച്ചതിനെ കൊണ്ട് കാര്യമില്ല. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നാലുശ്ശേരി കാവിനെ കുറിച്ചൊക്കെ ചോദിക്കുകയുണ്ടായി. അദ്ദേഹം അന്ന് പറഞ്ഞത് കാര്യങ്ങൾ ഞാനിവിടെ അവതരിപ്പിക്കാം. ഈ അവിടെ ഒരു ഊട്ടുപുരയുണ്ട്, ഇപ്പം ഉണ്ടാക്കിയതാണ്. മുമ്പ് ഉണ്ടായിരുന്നത്ര അവിടെ ഒരു ഊട്ടുപുര നാലുശ്ശേരി കാവിൽ നേരത്തെ ഉണ്ടായിരുന്നു. അതൊരു ഓല ഷെഡായിരുന്നു. അത് വീണ് പോയതിന് ശേഷം ഇപ്പോൾ അടുത്ത കാലത്താണ് ഒരു ഊട്ടുപുര ഉണ്ടായത്. മാത്രമല്ല അവിടെ ഈ അടിച്ചു തെളിക്കാനൊക്കെ വന്നിരുന്നത് ഭീമനാട്ടിൽ നിന്ന് സ്ത്രീകളായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ മാത്രമല്ല ഇവർക്കൊക്കെ ഭൂമി പതിച്ചു നൽകിയിരുന്നത്. ഇവർക്ക് പ്രത്യേക എന്തുണ്ട് അവകാശങ്ങളൊക്കെ ഓരോ വിഭാഗക്കാർക്കും. അത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പാണർ, കരുവാന്മാർ തുടങ്ങിയിട്ടുള്ള ആളുകൾക്കൊക്കെ 5 പറയ്ക്ക് കൃഷി ക്ഷേത്രത്തിൻ്റെ വക കൊടുത്തിരുന്നു. പിന്നെ ക്ഷേത്ര പൂജാരിമാർ ഇവരായിരുന്നു കുളങ്കര നായന്മാർ. ഈ കുളങ്കര നായന്മാർക്ക് 1000 പറ പാട്ടത്തിനുള്ള ഭൂമി നൽകിയിരുന്നു എന്നാണ് നാരായണൻ നായർ, ഞങ്ങൾ നാരായണേട്ടൻ എന്നാണ് പറയുക, അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. ഈ ചേലോത്തോറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു പാറയുണ്ട്. അതിൻ്റെ ആ ഭാഗത്താണ് ഈ പാടങ്ങൾ അവർക്ക് കൊടുത്തിരുന്നത്. മാത്രമല്ല അവിടെ കൂത്ത് നടന്നിരുന്നു അത്ര. ഈ വൃശ്ചിക മാസത്തിൽ 14 ദിവസം ചാക്യാർ കൂത്ത് നടന്നിരുന്നു. അപ്പോൾ ഈ ചാക്യാർ കൂത്ത് നടക്കുന്ന കാലത്ത് പ്രത്യേകമായിട്ടുള്ള പൂജകളും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ബ്രാഹ്മണരാണ് പൂജിച്ചിരുന്നത്, വൃശ്ചികത്തിൽ മാത്രം. മറ്റു സമയത്തൊക്കെ ഈ കുളങ്കര നായന്മാരായിരുന്നു. ഇതേക്കുറിച്ച് കൂടുതലായിട്ട് എൻ്റെ സുഹൃത്ത് രാജകുമാറുണ്ട്, അദ്ദേഹത്തിന് ഇത് നന്നായി അറിയാം. അദ്ദേഹം അവിടുത്തെ ആൾ കൂടിയാണ്, ഒരു കുടുംബാംഗം കൂടിയാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് കൂടുതൽ സംസാരിച്ചാൽ മനസ്സിലാവും. പിന്നീട് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം ഗാന്ധിജിയുടെ വരവാണ്. നാരായണൻ നായർ പറഞ്ഞു എളമ്പലാശ്ശേരിയല്ല, കരിമ്പഴ. അത് എൻ്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം, അച്ഛൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ. 1934 ജനുവരി 10-ാം തീയതിയാണ് ഈ ഗാന്ധിജി കരിമ്പഴയിൽ വന്നത്. അത് ഷെഡ്ഡിംകുന്നാണ് വന്നത്. ഷെഡ്ഡിംകുന്ന്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അന്ന് അദ്ദേഹത്തിന് 10 വയസ്സാണ് അത്ര. നാരായണേട്ടന് 10 വയസ്സാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഞാൻ പറയാം. ഗാന്ധിജി ഒരു മുണ്ട് ഉടുത്തിട്ടുണ്ട്, ഒരു വേഷ്ടി, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഇപ്പോഴും എൻ്റെ വല്ല ഓഡിയോ ഉണ്ട്, കളഞ്ഞിട്ടില്ല. അകലെ നിന്നാണ് അദ്ദേഹം ഗാന്ധിയെ കണ്ടതെന്നാണ് പറയുന്നത്. പക്ഷേ അപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു തൻ്റെ അച്ഛൻ കൃഷ്ണൻ നായർ മാഷ്, പിന്നെ കൊളോളി കാർത്തിയാനിയമ്മ, അത് അച്ഛൻ്റെ ചെറിയമ്മയാണ്. അതേപോലെ കുണ്ടേങ്ങാട്ടിൽ കുട്ടികൃഷ്ണമേനോൻ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മകൻ ചിന്നൻ മേനോൻ. ഇവരൊക്കെ വളരെ അടുത്താണ് ഗാന്ധിജിയെ കണ്ടത്. ഞങ്ങൾ കുറേ അകലെയായിരുന്നു എന്ന് പറഞ്ഞു. മാത്രമല്ല ഈ കാർത്തിയാനിയമ്മയെക്കുറിച്ചും അദ്ദേഹം 1-2 വാക്കുകൾ പറഞ്ഞു. അതായത് അച്ഛൻ്റെ ചെറിയമ്മയാണ്. അവർ അന്നത്തെ കാലത്ത് ഗാന്ധിജിയുടെ ഈ ഇതിൽ ആകർഷ്ടയായിട്ട് തലമുടിയൊക്കെ വെട്ടി ആഭരണങ്ങളൊക്കെ ഊരി കോൺഗ്രസ് പ്രവർത്തനങ്ങളായിട്ട് നീങ്ങിയിരുന്നു. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അറിയുന്നല്ലേ എല്ലാവരുടെയും മനസ്സിലുണ്ട്, സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുകയുണ്ടായി. അത് പിന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഞാൻ പിന്നീട് അടുത്തതിൽ പറയാം. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആട് അറവ്, കോഴി അറവ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതായിട്ട് ഓർമ്മയില്ല. പിന്നെ ഇത് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് സമരങ്ങളുണ്ടായി എന്നാണ് പറയണത്. അതിനും എൻ്റെ അച്ഛനായിട്ടുള്ള KP കൃഷ്ണൻ നായർ, അതേപോലെ തന്നെ കുണ്ടേങ്ങാട്ടിൽ ചിന്നൻ മേനോൻ, ഇവരൊക്കെയാണ് നേതൃത്വം കൊടുത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത്.
പക്ഷേ അച്ഛൻ എന്നോട് ഇത് പറഞ്ഞിട്ടില്ല. ഇല്ല അല്ലേ? അതാണ് വേറെ രസം. പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു സമരത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് വേറൊരു രസകരമായ കാര്യമാണ്. ഇത് എന്നാൾ കൂടി ഞാനൊരു വ്യക്തിയെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറയണ്ടായി ആടറിവിനെ കുറിച്ചും. കുറച്ച് പ്രായമുള്ള ആളാണ് എളംപ്ലാശ്ശേരിയില്. അപ്പൊ എന്തുകൊണ്ടും അത് പറഞ്ഞില്ല. ഏതായാലും അത് പിന്നീട് നിർത്തി, ഈ ആടറിവ് അതേപോലെയുള്ള കാര്യങ്ങള്. പിന്നെ ഇത് സമരം നടന്നത് 1940-കളിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നാരായണൻ നായർ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, രസകരമായൊരു സംഭവമുണ്ട്. അതെൻ്റെ അച്ഛനും പറയണ്ടായി. ഈ നാലിശ്ശേരിക്കാവില് ഒരു പൂരത്തിന് ഒരു വലിയ സംഭവം ഉണ്ടായതാണ്. ഒരു പ്ലെയിൻ പറന്നു, ആകാശത്ത് കൂടെ ഒരു പ്ലെയിൻ പറന്നത് വലിയൊരു പ്രശ്നമായി ഇത്രേ. അതായത് നാരായണൻ നായർ പൂരം കാണാൻ പോയി. അദ്ദേഹം ഈ പൂരം സമയത്ത് ഈ പൂരം അലങ്കോലപ്പെട്ടു. അത് ഏത് വർഷമാണെന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് അച്ഛൻ്റെ ഡയറിയിലുണ്ട് 1942-ലാണ്. അന്ന് സെക്കൻഡ് വേൾഡ് വാർ നടക്കുകയായിരുന്നു. ഈ സെക്കൻഡ് വേൾഡ് വാർ നടക്കുമ്പോൾ ഏത് സമയം വേണമെങ്കിലും ബോംബിടാം ജപ്പാൻകാരുടെ. അന്ന് ബ്രിട്ടീഷുകാരാണല്ലോ അവിടെ ഭരിച്ചിരുന്നത്. അപ്പോൾ രാത്രി കാലങ്ങളിൽ വീടുകളിലും ആളുകൾ പുറത്തിറങ്ങരുത്, വിളക്ക് ലൈറ്റ് കാണിക്കരുത്. ഈ നാരായണ നായരുടെ ഭാഷയിൽ പറഞ്ഞ ബീഡി പോലും വലിക്കരുത് എന്ന് പറഞ്ഞു. അത്രയും കർശനായിരുന്നു. പോലും കാണരുത് അന്ന്, അത്രയും കർശനായിരുന്നു. അന്ന് പൂരം ഇന്നത്തെ പോലെ അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് പൂരത്തിന് തോട്ടായ ഭാഗത്ത് നിന്ന് 7 ആന, 7 ആനയുള്ളൂ. പിന്നെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് 5 ആന. ഈ തോട്ടായ ഭാഗത്തുനിന്ന് ഈ ബ്രാഹ്മണരാണ് ഈ ആനകളെ കൊണ്ടുവന്നിരുന്നത് തോന്നുന്നു. അപ്പൊ ഈ പടിഞ്ഞാറൻ വേലയാണ് നാട്ടുകാരുടെ വേല. അപ്പൊ ഈ പൂര കമ്മിറ്റിയെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി നാരായണേട്ടൻ. ഒന്ന് അധികാരി, പിന്നെ രാഘവ പൊതുവാൾ, പിന്നെ പുന്നടി കുട്ടികൃഷ്ണ നായർ. ഇവരുടെ ഒരു കമ്മിറ്റിയാണ് പൂരം നടത്തിയിരുന്നത്. അതായത് പടിഞ്ഞാറൻ വേലയിലാണ് നാട്ടുകാരുടെ വേല. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇദ്ദേഹം ഈ പൂരം നടക്കുന്ന അവസരത്തിൽ അവിടെ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ പോയിത്ര. അവിടുത്തെ ഒരു ചായക്കടയുടെ പേര് അദ്ദേഹം പറഞ്ഞത് കുഞ്ഞൻ ചെട്ടിയുടെ മകൾ കുഞ്ചി എന്ന് പറയുന്നൊരു അമ്മയുടെ സ്ത്രീയുടെ കടയായിരുന്നു. അന്ന് ചായക്ക് ഒരാണ എത്ര വില. അതേസമയം ഇഡ്ഡലിക്കും ഒരാണ. ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ മാതിരി ഇഡ്ഡലി അല്ല, അത്ര ചിരട്ട ഇഡ്ഡലി. ചിരട്ട ഇഡ്ഡലി ആയിരുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഇദ്ദേഹം ചായ കുടിക്കാൻ കയറിയപ്പോൾ ആൾക്കാരിങ്ങനെ ഗുണ്ട് വീണ് എന്ന് പറഞ്ഞിട്ട് ഓടിയിത്രേ വടക്കുന്ന്. എന്നിട്ട് അങ്ങനെ ഈ എന്താ പറയുക ആറാട്ടുകുളം ഭാഗത്തേക്ക് ഓടിയിത്രേ. ഗുണ്ടെന്ന് പറഞ്ഞാൽ ഇവര് ബോംബ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ബോംബ് എന്ന് പറയാൻ ആൾക്കാർക്ക് അറിയില്ല. അതോടുകൂടി നാരായണൻ നായർ ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഒരു വിമാനം അങ്ങനെ താഴ്ന്നു പറക്കണത്രേ. അദ്ദേഹം അങ്ങനെ പേടിച്ചുത്രേ. അതിലെല്ലാവരും ജനങ്ങളെ കൂടി ആകെ അലമ്പായി അന്ന് പൂരം അലങ്കോലപ്പെട്ടു. ഇതാണ് ഈ ഒരു സംഭവം. പൂരൊന്നും പിന്നെ ഉണ്ടായില്ല അത്ര. പറയുമ്പോ എന്താ സംഭവിച്ചാല് ബ്രിട്ടീഷുകാരുടെ പ്ലെയിൻ അല്പം താഴെ പറന്നു, അല്ലാതെ ജപ്പാൻകാരുടെ പ്ലെയിൻ ഒന്നല്ല. പ്ലെയിൻ പോലും അറിയില്ല ആൾക്കാർക്ക് എന്താണ് സംഭവം എന്ന് അറിയില്ല. അതെ അതെ, 1942-ലാണ് ഇത് സംഭവിച്ചത്. അങ്ങനെ ഒരു സംഭവം അദ്ദേഹം ഞങ്ങളോട് പറയുകയുണ്ടായി.